മലയാള ഭാഷാ ബിൽ പാസാക്കി നിയമസഭ അനിശ്ചിതകാലത്തേക്ക് പിരിഞ്ഞു. 11 ദിവസം നീണ്ടുനിന്ന സമ്മേളന കാലയളവിൽ 4 ദിവസവും പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് സഭ സ്തംഭിച്ചു. സഭയുടെ ചരിത്രത്തിൽ ആദ്യമായി പ്രതിപക്ഷം സ്പീക്കറുടെ ചേംബർ ഉപരോധിക്കുന്നതിനും ഈ സമ്മേളനം സാക്ഷിയായി. ബാർക്കോഴ കേസിൽ മന്ത്രി കെ ബാബുവിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിപക്ഷ പ്രതിഷേധത്തോടെയാണ് 13ാം കേരള നിയമസഭയുടെ 15ാം സമ്മേളനത്തിന് തിരശ്ശീല ഉയർന്നത്. ബാബുവിന്റെ രാജി ആവശ്യവുമായി പ്രതിപക്ഷം നടുത്തളത്തിലിറങ്ങിയതോടെ ഈ സമ്മേളനത്തിന്റെ ആദ്യ ദിനം തന്നെ സഭ സ്തംഭിച്ചു. തുടർന്നുള്ള 3 ദിവസങ്ങളിൽ സോളാർ വിഷയം പ്രതിപക്ഷം കത്തിച്ചതോടെ സഭാ നടപടികൾ സ്തംഭിച്ചു. ബിജു രാധാകൃഷ്ണൻ സോളാർ കമ്മീഷനിൽ നടത്തിയ വെളിപ്പെടുത്തൽ 2ാം ദിവസത്തെ സഭാ സ്തംഭനത്തിനിടയാക്കി. ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സോളാർ കമ്മീഷനെ ഭീഷണിപ്പെടുത്തിയത് സംബന്ധിച്ച പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ നിരാകരിച്ചതോടെ സഭാ ചരിത്രത്തിൽ ആദ്യമായി പ്രതിപക്ഷം സ്പീക്കറുടെ ചേംബർ ഉപരോധിക്കുന്നതിനും ഈ സമ്മേളനം സാക്ഷിയായി. ദോശ ചുട്ടെടുക്കുന്നത് പോലെ ബില്ലുകൾ പാസാക്കാൻ കഴിയില്ലെന്ന ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടെ പരാമർശത്തിൽ പ്രതിഷേധിച്ച ഒരു ദിവസം ഉച്ചവരെ സ്പീക്കർ എൻ ശക്തൻ സഭയിൽ നിന്ന് വിട്ടുനിൽക്കുന്നതും ഈ സഭാ സമ്മേളനത്തിൽ കണ്ടു. മാതൃഭാഷാ പഠനവും ഉപയോഗവും നിർബന്ധമാക്കാൻ ഉദ്ദേശിച്ചുള്ള മാതൃഭാഷാ ബിൽ ഉൾപ്പെടെ 13 ബില്ലുകൾ ഈ സമ്മേളനത്തിൽ പാസാക്കി. ഈ സമ്മേളനത്തിൽ കൊണ്ടുവന്ന ഹർത്താൽ നിയന്ത്രണ ബിൽ പ്രതിപക്ഷത്തിന്റെ അഭ്യർത്ഥന മാനിച്ച് സെലക്ട് കമ്മിറ്റിക്ക് അയച്ചു. പ്രവാസി കേരളീയ കമ്മീഷൻ ബിൽ, കേരള സ്പോർട്സ് ബിൽ തുടങ്ങിയ ബില്ലുകളും ഈ സമ്മേളനത്തിൽ പാസാക്കിയെന്നതും ശ്രദ്ധേയമാണ്. പാലോട് രവി നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറാകുന്നതും ഈ സമ്മേളനത്തിലായിരുന്നു എന്ന സവിശേഷതയുമുണ്ട്. ഗവർണറുടെ നയപ്രഖ്യാപന പുസ്തകത്തിനും നന്ദി പ്രമേയ ചർച്ചയ്ക്കും ഇടക്കാല ബഡ്ജറ്റ് അവതരണത്തിനുമായി ഫെബ്രുവരിയിൽ സമ്മേളിക്കുന്നതോടെ 13ാം കേരള നിയമസഭാ കാലാവധി പൂർത്തിയാക്കി തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങും. ബിജു ഗോപിനാഥ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം.